ഇന്നലെ 2 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അതായത് അവളുടെ സ്വന്തം വീട്ടിൽ. ഞാൻ ആങ്ങളെയാണ്. സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞിട്ട് ഒരു 2 മണിക്ക് ഒറ്റപ്പാലം ടൗണിൽ വന്ന് ഇറങ്ങി. അതിന് ശേഷം എന്തായിട്ടുണ്ട് എന്നുള്ളത് അറിയില്ല. പിന്നെ ഒരു 4:15 മെസ്സേജ് വരികയാണ് ഭർത്താവിൻ്റെ ഫോണിലേക്ക്, ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. 2 കുട്ടികളുണ്ട് കൂടെ. 7 വയസ്സായിട്ടുള്ളൊരു ആൺകുട്ടിയുണ്ട്, 2 വയസ്സായിട്ടുള്ള ഒരു ആൺകുട്ടിയുണ്ട്. അവർ രണ്ടുപേരും പാടാണ്. പിന്നെ വോയിസ് മെസ്സേജിൽ ഞങ്ങൾക്കൊരു ഒരു തുമ്പ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെയിൽവേൻ്റെ ഒരു സൗണ്ട് കേട്ടി. അതായത് നമുക്കൊരു അനൗൺസ്മെൻറ്റിൻ്റെ ഒരു സ്റ്റാർട്ടിങ്. അത് വെച്ചിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ പരിസരം അങ്ങനെയൊക്കെ റെയിൽവേക്കാരോടൊക്കെ പോയി പറഞ്ഞ് അവരുടെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തു. അതിനുശേഷം ഞങ്ങളൊരു 6 മണിക്ക് ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ നിന്നിട്ട് ഒരു 9:30 മണിയാകുമ്പോഴത്തേനാണ് അവർ കേസ് എടുത്തത്. കേസ് എഴുതി. അവിടെ ആളില്ല, വനിതാ പോലീസില്ല, സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ ആളില്ല, ആകെ 3-4 പേരുള്ളൂ. അവരെന്നെ തമ്മിൽ യുദ്ധമാണ് അവിടെ. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്കൊരു ആശ്വാസം കിട്ടുന്നത് അവർക്ക് ആ എഴുതി കൊടുത്തതിന് ശേഷം 9:30 മണി കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേനും അതിനുശേഷം നമ്മൾ ഈ റെയിൽവേൻ്റെ ഒരു ഉറക്കമില്ലാതായിട്ടേ റെയിൽവേൻ്റെ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ആ റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങൾ, ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ അതാണല്ലോ വലിയ ഹബ്ബ്. അവിടെ പോയി ഇനി ലോങ് പോകാനാണെങ്കിൽ അവിടെ പോയി ഒന്ന് അന്വേഷിക്കുക എന്നുള്ള നിലക്ക് അവിടുന്ന് CCTV അവരോട് ചോദിച്ച് അവരൊരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ CCTV കാണിച്ചു തന്നു. നമുക്ക് ഒന്നും ഔട്ട്പുട്ടൊന്നും തരുമൊന്നുമില്ല, കാണിച്ചു തന്നു. അതിൽ ഒരു 2:30-2:45 അവർ 2 കുട്ടികളെയും കൂട്ടിയിട്ട്, പെങ്ങൾ 2 കുട്ടികളെയും കൂട്ടിയിട്ട് അവിടെ വന്ന് ഇറങ്ങണതായിട്ടുണ്ട്. അത് കഴിഞ്ഞ് 4-5 പ്ലാറ്റ്ഫോമിൽ വെയിറ്റ് ചെയ്യണതായിട്ടുണ്ട്. അതിന് ശേഷം നമ്മളൊരു കോയമ്പത്തൂർ പാസഞ്ചറും അതേപോലെ ഇൻ്റർസിറ്റിയും പാടെ വന്ന് നിൽക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ അവരെ കാണുന്നില്ല. ആ ഗ്യാപ്പിൽ പിന്നെ അവിടുന്ന് കാലിയാണ്, റെയിൽവേ പ്ലാറ്റ്ഫോം കാലിയാണ്. അത്രയാണ് അറിയുള്ളൂ. അത് വെച്ചിട്ട് അത് പ്രകാരം അത് അറിഞ്ഞപ്പോഴത്തേക്കും രാവിലെ 6 മണിയായി. ഇന്ന് രാവിലെ 6 മണിയായി. അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങളിങ്ങനെ പോണ വഴിയാണ് കോയമ്പത്തൂർ എന്നുള്ള നിലക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് ഇപ്പോൾ അത്. പ്രശ്നങ്ങൾ നിലവിലൊന്നും കാര്യമായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല, ഒന്നും ഇല്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഇടപെടേണ്ട പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി എന്താ അവരെ കണ്ടു കിട്ടിയിട്ട് ചോദ്യം ചെയ്താലേ അറിയുള്ളൂ, ചോദിച്ചു കഴിഞ്ഞാലേ അറിയുള്ളൂ എന്താണെന്ന്. ബന്ധുക്കളുണ്ട്, പക്ഷെ അവരൊക്കെ വിളിച്ച് നോക്കി ആരും എത്തിയതായിട്ട് അറിഞ്ഞിട്ടില്ല. അങ്ങനെയാണ് എല്ലാവരും ബന്ധുക്കളൊക്കെ വിളിച്ച് നോക്കി. ഇന്ന് രാവിലെ മുതലും ഇന്നലെ രാത്രി മുതലും പിന്നെ ഞങ്ങൾ പോസ്റ്റർ ചെയ്തിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പുകളിലൊക്കെ. അങ്ങനെയൊക്കെ അപ്ഡേഷൻ പറഞ്ഞിട്ടൊന്നുമില്ല. ഇന്ന് രാവിലെ അവർ വിളിച്ചിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ഡേഷൻ കിട്ടുമോ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ അവരോട് ഈ കാര്യം പറഞ്ഞു, റെയിൽവേയിൽ അവിടുത്തെ CCTV റൂമിൽ നിന്ന് അവരെ ആ ഫുട്ടേജ് ഒന്ന് കാണിച്ചു തന്നു എന്നുള്ളത്. അവർ കുറച്ച് നേരം ഇരുന്ന് നോക്കിക്കുന്നു. രാവിലെ പുലർച്ചെ 2 മണിക്ക് പോയിരുന്ന് രാവിലെ 6 മണിയാകുമ്പോഴത്തേനും അടുത്ത കാര്യങ്ങൾ അറിഞ്ഞത്. അപ്പോൾ അത്രയും നേരം അവിടെ ചിലവഴിച്ചിട്ട് അവർ കാണിച്ചു തന്നു. പക്ഷെ അവർക്ക് ലീഗൽ റിക്വസ്റ്റ് ഒന്നും വന്നിട്ടില്ലാത്ത കാരണം നമുക്ക് അത് ഔട്ട് തരൂല. അങ്ങനെ അത് കാരണം നമ്മൾ അങ്ങനെ വന്നിട്ടുള്ളതാണ്. പോലീസിൻ്റെ അന്വേഷണം ഏതുവരെ എത്തിയെന്നുള്ളത് അറിയില്ല. പിന്നെ പലരും പറഞ്ഞു പ്രഷർ ചെയ്യണമെങ്കിൽ നേതാക്കളെയും കൊണ്ട് വിളിപ്പിച്ച് കഴിഞ്ഞാൽ പ്രഷർ ചെയ്യിപ്പിക്കാൻ പറ്റും, അപ്പോൾ ഒന്ന് സ്പീഡാവും എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവരെ എത്തിയിട്ടുള്ളൂ. ബാക്കി ഇപ്പോൾ ഞങ്ങളുടെ വഴിക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പരാതി അവിടെ പെട്ടിട്ടുണ്ട്, അതിൻ്റെ ഒരു അപ്ഡേഷൻ ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്.